നമസ്കാരം. വയനാട് ദുരന്ത സഹായം വൈകുന്നതിൽ കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം കണക്ക് നൽകാത്തതിനാലാണ് സഹായം വൈകുന്നത് എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദം തെറ്റാണ് എന്നും പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ തന്നെ കേരളം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദ വിഷയമാക്കിക്കൊണ്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഖേദകരമാണ്. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയത് കൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തീർത്തും വസ്തുതാ വിരുദ്ധമാണ്. അതിൽ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആദ്യമായിട്ടല്ല വയനാട് വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ചുകൊണ്ട് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപും ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്രം ഉരുൾപൊട്ടലിനെ പറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്ന ചോദ്യമാണ് അന്ന് പാർലമെന്റിൽ ഉന്നയിച്ചത്. അങ്ങനെയൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടു. അന്നത്തേതിന്റെ ആവർത്തനമായി വേണം ഇക്കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലെ പ്രസ്താവനയെയും കാണാനെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. കേന്ദ്ര സംഘത്തിന് മുമ്പാകെയും പ്രധാനമന്ത്രിയുടെ മുമ്പാകെയും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ കേരളത്തിന്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചതാണ്. ഒട്ടും വൈകാതെ ഓഗസ്റ്റ് 17 ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകിയതുമാണ്. പ്രതീക്ഷിക്കുന്ന ചിലവുകളും വരാനിരിക്കുന്ന അധിക ചിലവുകളും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. കേന്ദ്ര സംഘം വന്നുപോയിട്ടും മാസങ്ങളായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് നടത്തി വിശദമായ റിപ്പോർട്ട് നവംബർ 13 കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് 2221 കോടി രൂപയും വിലങ്ങാടിന് 98.1 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് വൈകിയത് കൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്ത് PDNA സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല എന്നതാണ്. 14/8/2024 റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻസ് ഗൈഡ് ലൈൻ നിലവിൽ വന്ന ശേഷം ആദ്യ PDNA ആണ് കേരളം സമർപ്പിച്ചത്. ഈ പ്രക്രിയയ്ക്ക് ചുരുങ്ങിയത് 3 മാസ കാലയളവ് ആവശ്യമാണ്. ഇതിനായുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായി NDNA-യിൽ നിന്നുമുള്ള അംഗങ്ങളും കേരള സർക്കാരിന്റെ പ്രതിനിധികളായി KSDMA-യിൽ നിന്നുള്ള പ്രതിനിധികളും മറ്റു വിദഗ്ധരും ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദുരന്തത്തിന്റെ വസ്തുതാപരമായ പഠനങ്ങൾ, ഡേറ്റ അനാലിസിസ്, ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റു പഠനങ്ങൾ, ദുരിതത്തിന്റെ ആഴവും വ്യാപ്തിയും, ആകാശ ദൃശ്യങ്ങൾ ഇവയെല്ലാം തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പഠന വിധേയമാക്കിയിട്ടുണ്ട്. 583 പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രക്രിയയ്ക്ക് എടുക്കുന്ന സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് 3 മാസം എന്നതും മുഖ്യമന്ത്രി പറഞ്ഞു.